പാണക്കാട് കുടുംബവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും വിട്ടുനിന്നതോടെ യു.ഡി.എഫിൽ കടുത്ത പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലത്തെ യു.ഡി.എഫ് വേദിയിൽ അൻവറിനെതിരെ ഒരക്ഷരം പോലും യു.ഡി.എഫ് നേതാക്കൾ പ്രതികരിച്ചില്ല എന്നതും അവർ എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനെത്തും. നിലമ്പൂരിന്റെ സമഗ്ര ചിത്രവുമായി ഷമി പ്രഭാകർ ചേരുന്നുണ്ട്. ഷമി, മത്സര ചിത്രം ഏകദേശം വ്യക്തമായതോടെ നിലമ്പൂരിൽ പോരാട്ടം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള പല പ്രചരണങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും മാരിയ, യു.ഡി.എഫിനെ സംബന്ധിച്ച് അവരുടെ ഒരു യുദ്ധപ്രഖ്യാപനമായി മാറേണ്ടുന്നതായിരുന്നു ഇന്നലത്തെ യു.ഡി.എഫ് കൺവെൻഷൻ. പക്ഷേ അവരുടെ അഭിപ്രായ ഭിന്നതയുടെ പ്രത്യക്ഷ ഉദാഹരണമായി അത് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. നിലമ്പൂർ പോലെ, മലപ്പുറം പോലെ ഇത്രയും സുപ്രധാനമായ ഒരു ജില്ല, മുസ്ലിം ലീഗിന് അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ യു.ഡി.എഫിന്റെ കൺവെൻഷൻ നടക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും എത്തുന്നില്ല എന്നുള്ളത് എത്രമാത്രം പ്രശ്നം ആ പാർട്ടിക്കകത്ത്, ആ മുന്നണിക്കകത്ത് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആര്യാടൻ കുടുംബവുമായി മുസ്ലിം ലീഗിനുള്ള പണ്ട് മുതലേ ഉള്ള വൈര്യം അത് ഒരു കാരണവശാലും അവസാനിക്കില്ല, തീരില്ല എന്ന് വളരെ കൃത്യമായി ലീഗിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാണക്കാട്ടെ കുടുംബം പ്രഖ്യാപിക്കുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ആ പരിപാടിയിലേക്ക് എത്തിയത്. മലപ്പുറമാണെന്ന് ആലോചിക്കണം, മറ്റേത് ജില്ലയുമല്ല, മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. അവിടുത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടിയായി യു.ഡി.എഫിൽ നിൽക്കുന്നത് തീർച്ചയായും മുസ്ലിം ലീഗ് തന്നെയാണ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ഏറ്റവും ഉന്നതമായ നേതാവ് പാണക്കാട് നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പോലും ആ ഒരു യോഗത്തിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ യു.ഡി.എഫിന്റെ ആഭ്യന്തര സംഘർഷം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു കാരണവശാലും ആര്യാടൻ കുടുംബത്തോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. അതുമാത്രമാണോ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അവിടേക്ക് എത്തുന്നില്ല. കെ സുധാകരൻ വരുന്നില്ല, രമേശ് ചെന്നിത്തല വരുന്നില്ല, കെ മുരളീധരൻ വരുന്നില്ല. അവിടെ നടക്കുന്നത് ഒരു കുറച്ച് സ്കൂൾ കുട്ടികളുടെ കൂട്ടുള്ള കുറച്ച് നേതാക്കന്മാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെയാണ് അവിടുത്തെ വലിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരായി മാറുന്നത്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബാക്കി മുതിർന്ന നേതാക്കന്മാരൊക്കെ സൈഡിൽ കാഴ്ചക്കാരായിട്ട് ഇരിക്കുകയാണ്. അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യമായ ഒരു റോളും ഇല്ല. ഇവർ പറയുന്നത് അവർ കേൾക്കുക എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും പാതിരാത്രിക്ക് അൻവറിന്റെ വീട്ടിൽ ചെന്ന് രാഹുൽ മാങ്കൂട്ടം കാല് പിടിച്ച കഥ പുറത്തു വന്നതോടുകൂടി എന്തായാലും തൽക്കാലം ഇവര് ഒന്ന് മാറി നിൽക്കുകയാണ്. ഷാഫിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ ട്രോളുകളുടെ ഒരു പെരുമഴക്കാലമാണല്ലോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നു. ഇപ്പോൾ ഇത് ശരിക്കും നിലമ്പൂരിന്റെ യു.ഡി.എഫിന്റെ ചുമതല ശരിക്കും വി.ഡി. സതീശന് മാത്രമായി വന്നിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ പോലും അൻവറിനെതിരെ ഒരക്ഷരം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരെയാണ്. അൻവർ ചതിയനാണ് എന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രി. പക്ഷെ അൻവറിന് വേണ്ടി അവിടെ മറുപടി കൊടുക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരു വൈരുദ്ധ്യം. അൻവർ കഴിഞ്ഞ 9 വർഷക്കാലമായി എൽ.ഡി.എഫിന്റെ ഭാഗമായി നിന്ന് 2 തെരഞ്ഞെടുപ്പുകളിൽ എൽ.ഡി.എഫിന്റെ പ്രവർത്തകർ രാവ് പകലാക്കി വിയർപ്പൊഴുക്കി ജയിപ്പിച്ചെടുത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മുന്നണിയെയും മുഖ്യമന്ത്രിയെയും തെറി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തുപോയ ചതിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് കാരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് മറുപടി പറയേണ്ട ദയനീയ അവസ്ഥയിലേക്ക് കെ.സി. വേണുഗോപാലിനെ പോലെ ഒരു ഉന്നതനായ നേതാവ് മാറുക എന്ന് പറഞ്ഞാൽ അൻവറിന് വേണ്ടി വാദിക്കേണ്ടി വരികയാണ് ഇവിടുത്തെ കോൺഗ്രസിന്. എത്രമാത്രം ദയനീയമായ അവസ്ഥയാണ്. വി.ഡി. സതീശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടാൽ 7 വെള്ളത്തിൽ കുളിച്ചാലും അത് പോവില്ല. ഹിറ്റ്ലറെ പോലാണ് വി.ഡി. സതീശൻ പെരുമാറുന്നത് എന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആ പറയാനുള്ള ആക്ഷേപം മുഴുവൻ പറഞ്ഞു, ഷൗക്കത്തിനെതിരെ പറഞ്ഞു. അങ്ങനെയുള്ള അൻവറിന് വേണ്ടി കെ.സി. വേണുഗോപാൽ വന്ന് യു.ഡി.എഫ് കൺവെൻഷനിൽ നിന്ന് വർത്തമാനം പറയുകയാണ്. അത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ യു.ഡി.എഫ് പോയിരിക്കുന്നു. അതേസമയം തന്നെ എൽ.ഡി.എഫിനെ സംബന്ധിച്ച് എണ്ണയിട്ട യത്നം പോലെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്വരാജ് പോകുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തുമ്പോൾ നമുക്ക് ആ ഒരു ചിത്രം മനസ്സിലാവും. എത്രമാത്രം മനുഷ്യനെ തിരിച്ചറിയുന്നു, ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് സ്വരാജുമായി ബന്ധപ്പെട്ട് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലുമാണ്. സ്വരാജിനെ ഈ നാടിന് പണ്ട് മുതലേ അറിയാം. അയാൾ അന്ന് മുതലേ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിലും SFIയിലും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഒക്കെ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. ചുങ്കത്തറ മാർത്തമോ കളവിലാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി കാലം പഠിക്കുന്നത്. മറ്റ് ഈ മണ്ഡലത്തിന്റെ പല സ്കൂളുകളിലും അദ്ദേഹം പഠിക്കുന്നു. അങ്ങനെ
വ്യക്തിപരമായി ഈ നാടുമായി ഹൃദയബന്ധമുള്ള സ്വരാജിന്റെ സ്വീകരണ പരിപാടികളിൽ നൂറുകണക്കിന് മനുഷ്യരാണ് എത്തുന്നത്. അവിടെയെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും അവിടുത്തെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ കാണേണ്ട ആൾക്കാരെ സ്വരാജ് അങ്ങോട്ട് പോയി കണ്ട് അവരുമായി സംസാരിക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. നമുക്കറിയാം, സ്വരാജിന്റെ പരിപാടികളിൽ എത്തുന്ന മനുഷ്യരിൽ പകുതിയിലധികം പേരും നിഷ്പക്ഷമായ രാഷ്ട്രീയമുള്ളവരാണ്. അവർക്ക് കൃത്യമായി ഒരു പൊളിറ്റിക്സിനോടും അവർ ചേർന്ന് നിൽക്കുന്നില്ല. പക്ഷേ സ്വരാജ് എന്ന വ്യക്തിയോട് അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് ബഹുമാനമുണ്ട്, അവർക്ക് ആദരവുണ്ട്. ആ സ്നേഹവും ബഹുമാനവും അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ആര്യ, ശരി, സമഗ്രമായ ചിത്രമാണ് ഷമി പ്രഭാകർ നൽകിയത്.